ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻട്രിയുടെ ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗ് ഒരുപാട് എക്സാംസ് ഇനി വരുന്നുണ്ട്. അതായത് 2 വർഷത്തിനുള്ളിൽ തന്നെ നമുക്കൊരു 15ഓളം എക്സാംസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ എക്സാംസിനൊക്കെ ഒരേ രീതിയിൽ പഠിച്ചാൽ മതിയോ, അല്ലെങ്കിൽ ഏതൊക്കെ എക്സാംസിന് നമുക്ക് ഒരുമിച്ച് പഠിക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. അതായത് നമുക്കറിയാം, നമുക്ക് ഒരു എക്സാമിന് മാത്രമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുന്നതിന് കുറച്ച് റിസ്ക്കും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് തന്നെ മനസ്സിനൊരു തൃപ്തി കുറവുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഈ എല്ലാ എക്സാംസും എങ്ങനെ ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ ഏതൊക്കെ എക്സാംസ് ക്ലബ് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റും എന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ആദ്യം എലൻ ഹെയ്സിൻ്റെ ഒരു മോട്ടിവേഷണൽ കോട്ടോട് തുടങ്ങാം നമുക്കല്ലേ. ദ എക്സ്പേർട്ട് ഇൻ എനിത്തിങ് വാസ് വൺസ് എ ബിഗിനർ. ഏതൊരു കാര്യത്തിനും എക്സ്പേർട്ട് ആയിട്ടുള്ള വ്യക്തി ഒരു കാലത്ത് ബിഗിനർ ആയിരിക്കും. അപ്പം ബിഗിനിങ് സ്റ്റേജ് കഴിഞ്ഞ് ഒരുപാട് സ്ട്രഗിൾ കഴിഞ്ഞിട്ടായിരിക്കും അവർ എക്സ്പേർട്ടായിട്ട് മാറുന്നത്. അപ്പം നമ്മളും അങ്ങനെ തന്നെയാണ്. നമ്മുടെ എക്സാം പ്രിപ്പറേഷൻ്റെ കാര്യത്തിലും ഈ ഒരു കാര്യമുണ്ട്. നമ്മൾ എപ്പോഴും ഒരു എക്സ്പേർട്ട് ആവണമെന്നില്ല. ബിഗിനിങ് സ്റ്റേജിലൂടെ ഒരുപാട് തോൽവികളും ഒരുപാട് ഹേർഡിൽസും കടന്നിട്ടാണ് നമ്മൾ എന്തായി മാറുന്നത്, എക്സ്പേർട്ടായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കാം. അതായത് ഏതൊക്കെ എക്സാംസിന് നമുക്ക് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ആദ്യം നമുക്ക് കേരള PSC നടത്തുന്ന, നമുക്കറിയാം കേരള PSC എക്സാംസ് നടത്താറുണ്ട്. ഓവർസിയർ 1 ഉണ്ട്, ഓവർസിയർ 2 ഉണ്ട്, 3 ഉണ്ട്, അതുപോലെ തന്നെ ജൂനിയർ ഇൻസ്ട്രക്ടർ ഉണ്ട്, പോളിടെക്നിക് ലെക്ചർ ഉണ്ട്, AP എക്സാംസ് ഉണ്ട്. ഇതിൽ ഏതൊക്കെ എക്സാംസിന് നമുക്ക് ഒരുമിച്ച് പഠിക്കാം കേരള PSC നടത്തുന്ന? രണ്ടാമത്തെ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് ഉണ്ട്. നമുക്ക് RRB JE ഉണ്ട്, SSC JE ഉണ്ട്. ഇതിലേതൊക്കെ ഒരുമിച്ച് പഠിക്കാൻ പറ്റും? അതുപോലെ തന്നെ PSU എക്സാംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബാർക്ക്, FCI, ISRO തുടങ്ങിയ എക്സാംസ് വിളിക്കാറുണ്ട്. ഇതൊരുമിച്ച് പഠിക്കാൻ പറ്റുമോ? പിന്നെ അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഇതെല്ലാം പഠിക്കുമ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഏരിയാസ് ഏതൊക്കെയാണ്. പിന്നെ നമ്മൾ എല്ലാ ദിവസവും കൃത്യമായും എക്സാം പ്രിപ്പറേഷൻ്റെ ജേർണിയിൽ തുടങ്ങുന്ന ആൾക്കാർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. പിന്നെ സ്റ്റഡി ട്രാക്കർ ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയാറുള്ളതാണ്, ഇവിടെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത്, ഇപ്പം നടക്കുന്ന എക്സാംസിൻ്റെ പാറ്റേൺ ചേഞ്ച് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരികയാണ്. അത് സ്റ്റേറ്റ് ആവട്ടെ, സെൻട്രൽ ആവട്ടെ, PSU എക്സാംസ് ആവട്ടെ. ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് കേരള PSC എക്സാംസിലേക്ക് വരാം. കേരള PSC എക്സാംസിൽ നമുക്ക് AE എക്സാംസ് ഉണ്ട്, ഓവർസിയർ എക്സാംസ് ഉണ്ട്, പിന്നെ കുറച്ച് ജൂനിയർ ഇൻസ്ട്രക്ടർ, പോളിടെക്നിക് ലെക്ചറർ, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, AP എക്സാംസ്, അതർ എക്സാംസ് എന്ന് പറഞ്ഞാൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് ഞാൻ. നമുക്കറിയാം AE എക്സാംസിൻ്റെ ക്വാളിഫിക്കേഷൻ BTech ആണ്. ആൻഡ് ഓവർസിയർ എക്സാംസ് ഡിപ്ലോമ മാത്രമേ ഞാനിവിടെ കാണിച്ചിട്ടുള്ളൂ. കാര്യം ഏതൊക്കെ എക്സാംസ് ഒരുമിച്ച് പഠിക്കാം എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പം നമുക്ക് AE എക്സാമും ഓവർസിയർ ഗ്രേഡ് 1 എക്സാമും വേണമെങ്കിൽ ഒരുമിച്ച് പഠിക്കാം. ഇൻ ദ സെൻസ് നമുക്ക് അതിനകത്ത് പഠിക്കേണ്ട കണ്ടന്റുകൾ ഓൾമോസ്റ്റ് 80 to 90% സെയിം ആണ്. പക്ഷേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന രീതി വളരെ ഡിഫറെൻ്റ് ആണ്. AE എക്സാംസ് ഇൻ ഡെപ്ത് കൺസെപ്റ്റ് മനസ്സിലാക്കിയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഓവർസിയർ ഗ്രേഡ് 1 എക്സാമിന് കുറച്ച് ബേസിക് ലെവലിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ടാർഗറ്റ് എന്തായാലും നമുക്കറിയാം, ഇനി വരുന്ന വർഷങ്ങളിൽ LSDD 1, PWD 1, അതുപോലെ തന്നെ LSDD AE ഒക്കെ എക്സാംസ് നടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് AEയും ഓവർസിയർ 1 എക്സാംസും കപ്പിൾ ഓഫ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ പഠിക്കാൻ തുടങ്ങുന്ന ഒരാൾക്ക് വേണമെങ്കിൽ AE എക്സാംസും ഓവർസിയർ 1ഉം ഒരുമിച്ച് ക്ലബ് ചെയ്ത് കൊണ്ടുപോകും. അഡീഷണലി AEക്ക് വേണ്ട കണ്ടന്റും ക്വസ്റ്റ്യൻ ഡിസ്കഷനും നിങ്ങൾ ആഡ് ഓൺ ആയിട്ട് ചെയ്യണം. ഓവർസിയർ എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസും വേറെ തന്നെ വർക്കൗട്ട് ചെയ്ത് പോകണം. പിന്നെ ഓവർസിയർ ഗ്രേഡ് 2ഉം ഗ്രേഡ് 3 നിങ്ങൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ITI ആണ് അതിൻ്റെ ബേസിക് യോഗ്യത. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രിപ്പറേഷൻ ഇതുമായി ക്ലബ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ സർവേയിങ് എടുത്താലും അതുപോലെ തന്നെ നമ്മുടെ ബിൽഡിംഗ് മെറ്റീരിയൽസ് എടുത്താലും ഒക്കെ സെയിം ആണെങ്കിലും നിമിയുടെ ബുക്ക് റെഫർ ചെയ്ത് പഠിക്കേണ്ടുള്ളത് കൊണ്ട് തന്നെ അത് സെപ്പറേറ്റ്ലി തന്നെ പഠിക്കേണ്ടി വരും. ഓക്കെ, പിന്നെ അതർ എക്സാംസിൽ വരുന്ന ആളാണ് നമ്മുടെ പോളിടെക്നിക് ലെക്ചർ വരാം. അത് BTech ആണ് യോഗ്യത. അത് വേണമെങ്കിൽ AE എക്സാംസിൻ്റെ കൂടെ തന്നെ പഠിക്കാം. പക്ഷേ അതിനകത്ത് ബേസിക് എഞ്ചിനീയറിംഗ് സബ്ജക്ട്സ് ബാക്കി ബ്രാഞ്ചിൻ്റെ പഠിക്കേണ്ടുള്ളത് കൊണ്ട് Aയുടെ കൂടെ ക്ലബ് ചെയ്ത് പഠിക്കുന്നതിനോടൊപ്പം തന്നെ അഡീഷണലി അത് നമുക്ക് പഠിക്കേണ്ടി വരും. ഓക്കെ, എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ വെയിറ്റേജ് നമ്മുടെ സബ്ജക്ട്സിൽ നിന്ന് തന്നെയാണ്. പിന്നെ AP എന്ന് പറയുന്നത് അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. അത് നമുക്കിപ്പോൾ ഓൾറെഡി എക്സാം കഴിഞ്ഞ് ലിസ്റ്റ് വരണം. എന്നാലും നമുക്ക് ഇനി ഫോക്കസ് ചെയ്ത്, ഇപ്പോൾ ജസ്റ്റ് MTech ഒക്കെ കഴിഞ്ഞവർക്ക് വേണമെങ്കിൽ ഫോക്കസ് ചെയ്യാം. അപ്പോൾ അത് AE എക്സാംസിനേക്കാളും മുകളിലൊരു ലെവലാണ്. അതിന് വേറെ തന്നെ ലെവൽ ഓഫ് പ്രിപ്പറേഷൻ വേണം.
ഇനി ജൂനിയർ ഇൻസ്ട്രക്ടർ, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ അങ്ങനെയുള്ള പോസ്റ്റുകൾക്കും AE എക്സാംസിൻ്റെ കൂടെ തന്നെ പഠിച്ചു തുടങ്ങാം. ബിക്കോസ് ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത് ഡിപ്ലോമ ലെവലിലെ പരീക്ഷയാണ്. അതുകൊണ്ട് തന്നെ ഓവർസിയർ ഗ്രേഡ് 1 സിമിലാരിറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ AE എക്സാമും ഓവർസിയർ ഗ്രേഡ് 1 നിങ്ങൾക്ക് ഒരുമിച്ച് പഠിക്കാനായിട്ട് സാധിക്കും. സോ ഇതാണ് നമ്മുടെ കേരള PSC എക്സാംസിൻ്റെ ഒരുമിച്ച് പഠിക്കാൻ പറ്റുന്ന, എപ്പോഴും 2-3 കാര്യങ്ങൾ ഏത് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവരും മനസ്സിൽ വെക്കുക. സ്പീഡ്, ടൈം നോക്കി പഠിക്കുക, അക്യുറേറ്റ് ആയിട്ട് കാൽക്കുലേഷൻസ് ചെയ്യുക, നെഗറ്റീവ് മാർക്സിനെ ഓർക്കുക. ഈ 3 കാര്യങ്ങൾ ഏത് പരീക്ഷയ്ക്ക് എങ്ങനെ ഒരുമിച്ച് പ്രിപ്പയർ ചെയ്താലും സെപ്പറേറ്റ് പ്രിപ്പയർ ചെയ്താലും ഓർക്കണം. ഇനി അടുത്തത് നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിലേക്ക് വരുവാണ്. സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിലേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് SSC JE ഉണ്ട്, RRB JE ഉണ്ട്. ഈ SSC JEയിലും RRB JEയിലും നമുക്ക് ടെക്നിക്കൽ കണ്ടന്റ് ഉണ്ട്. SSC JEക്ക് ടയർ 1ലും ടയർ 2ലും ടെക്നിക്കൽ കണ്ടന്റ് ഉണ്ട്. RRB JEക്ക് ആണെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ CBT 2ൽ മാത്രമേ ടെക്നിക്കൽ കണ്ടന്റ് ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ ഇത് രണ്ടും ഒരുമിച്ച് പഠിക്കാം. ഇതിനകത്ത് നോൺ ടെക്നിക്കൽ കണ്ടന്റും നമുക്ക് ഒരുമിച്ച് പഠിക്കാൻ പറ്റും. നോൺ ടെക്നിക്കൽ കണ്ടന്റിലും RRB JEക്കും SSC JEക്കും ഒരുപാട് സിമിലാരിറ്റി ഉണ്ട്. ഇത് മാത്രം ചെയ്തൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, അപ്പം RRB JEയിലെ നോൺ ടെക്നിക്കൽ കണ്ടന്റും SSC JEയുടെ നോൺ ടെക്നിക്കൽ കണ്ടന്റും ഒരുമിച്ച് പഠിക്കാം. RRB JEയുടെയും SSC JEയുടെയും ബേസിക് ടെക്നിക്കൽ കണ്ടന്റും സെയിം ആണ്. RRB JEക്ക് ടയർ CBT 2ന് മതി നമുക്ക് ടെക്നിക്കൽ കണ്ടന്റ്. എന്നിരുന്നാലും CBT 1 പഠിക്കുന്നതിനോടൊപ്പം തന്നെ CBT 2 പഠിക്കേണ്ടി വരും. ഓക്കെ, അപ്പം ഈ SSC JEയുടെയും RRBയുടെയും ടെക്നിക്കൽ കണ്ടന്റ് നിങ്ങൾക്ക് ഒരുമിച്ച് പഠിക്കാൻ പറ്റും. മാത്രമല്ല RRB JEയിൽ കുറച്ച് ആഡ് ഓൺസ് ഉണ്ടാവും. അതായത് കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ്, മെഷീനറി, അങ്ങനെ കുറച്ച് ആഡ് ഓൺസ് ഉണ്ട്. അത് RRB JEയുടെ സെപ്പറേറ്റ് ഇതിൻ്റെ കൂടെ തന്നെ പഠിക്കുക. ഓക്കെ, ഇനി ഇവിടെയും സ്പീഡും അക്യുറസിയും ടൈമും നെഗറ്റീവും ഒക്കെ നിങ്ങൾ ഓർക്കുക. ഓക്കെ, ഇനി PSC എക്സാംസിലേക്ക് വരുവാണെങ്കിൽ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നടത്താറുണ്ട്, ISR നടത്താറുണ്ട്, ബാർക്ക് നടത്താറുണ്ട്. പക്ഷേ ഇതിൽ ഗേറ്റിൻ്റെ സിലബസുമായിട്ട് സിമിലാരിറ്റി ഉണ്ട്. അപ്പോൾ ഗേറ്റ് എക്സാമിന് തയ്യാറെടുക്കുന്ന അതേ ഇൻറ്റൻസിറ്റിയോടുകൂടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ PSC എക്സാംസ് ഒക്കെ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ സബ്ജക്ട്സ് ഒന്ന് നോക്കാം. നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗ് സബ്ജക്ട്സ് നിങ്ങൾക്ക് അറിയാമല്ലോ. മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ഉണ്ട്, സ്ട്രക്ചറൽ അനാലിസിസ് ഉണ്ട്, ഫ്ലൂയിഡ് മെക്കാനിക്സ്, വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ്, സർവേയിങ്, ക്വാണ്ടിറ്റി സർവേയിങ്, ബിൽഡിംഗ് മെറ്റീരിയൽസ്, കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ്, ക്വാണ്ടിറ്റി ടെക്നോളജി, എൻവയൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്, ഡിസൈൻ ഓഫ് സ്ട്രക്ചേഴ്സ്, ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്, ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്. ഞാനിപ്പോൾ പറഞ്ഞ ഏത് BTech ലെവൽ, ഡിപ്ലോമ ലെവൽ പരീക്ഷകളാണെങ്കിൽ ITI അവിടെ നിൽക്കട്ടെ, ഈ പറഞ്ഞ 8 സബ്ജക്ട്സും പഠിക്കാതെ പറ്റത്തില്ല. ഈ 8 സബ്ജക്ട്സും പഠിച്ചിരിക്കണം. 8 സബ്ജക്ട്സിൽ നിന്നും ചോദ്യം ഉണ്ടായിരിക്കണം. സോ ഈ 8 എണ്ണത്തിൽ ഇത് ഞാൻ ക്ലബ് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. ഈ 8 എന്ന് പറയുന്നത് ചിലപ്പോൾ 2-3 സബ്ജക്ട്സ് ക്ലബ് ചെയ്തിട്ട് ഞാൻ കാറ്റഗറി ചെയ്ത് പറയാം. ഇതിൽ നിങ്ങളുടെ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ അറിയാം, നിങ്ങളുടെ വീക്ക് ആയിട്ടുള്ള ഏരിയ അറിയാം. അതനുസരിച്ച് വേണം നിങ്ങൾ പഠിക്കാൻ തുടങ്ങാൻ. വീക്ക് ആയിട്ടുള്ളത് കൂടുതൽ സമയമെടുത്ത് പഠിക്കുക, സ്ട്രോങ് ആയിട്ടുള്ളത് കുറവ് ടൈം കൊടുക്കുക. ക്വസ്റ്റ്യൻസ് എല്ലാം ഒരേ ഇൻറ്റൻസിറ്റിയോട് തന്നെ ചെയ്യാം. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ട്രെൻഡ്സ് ഒന്ന് നോക്കാം. എല്ലാ പരീക്ഷകൾക്കും, അതായത് നമുക്ക് നമ്മുടെ ഇപ്പം ഞാൻ ഈ പറഞ്ഞ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും എല്ലാം ക്വസ്റ്റ്യൻസ് എടുക്കുന്ന 2 ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് IASൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും രണ്ടാമത്തെ ഗേറ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുമാണ്. ഇത് രണ്ടിൽ നിന്നുമാണ് മെജോറിറ്റി പരീക്ഷകൾക്കും ക്വസ്റ്റ്യൻസ് എടുക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ വേറെ സ്റ്റേറ്റിൻ്റെ PSC എക്സാംസ് എടുത്താലും ഒക്കെ നമുക്ക് നോക്കാം. ഇത് രണ്ടുമാണ് മെയിനായിട്ടുള്ളത്, ESCയുടെ പ്രിലിംസ്. ഓക്കെ, അപ്പം നമ്മളിവിടെ ആദ്യം തന്നെ നമുക്ക് ESCയുടെ PYQs ചെയ്യാൻ പറ്റത്തില്ല. ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് ഡിപ്രഷൻ അടിച്ചു പോകും. ബിക്കോസ് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, അത്ര ലെവലിലെ ക്വസ്റ്റ്യനാണ്. അല്ല ഗേറ്റിൻ്റെ PYQs ചെയ്യാൻ പോയാലും ഒരു സ്റ്റേറ്റ് ഓഫ് ഡിപ്രഷനിലേക്ക് പോകും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് SSC JEയുടെ PYQs ചെയ്യുക, ദെൻ അതർ സ്റ്റേറ്റിൻ്റെ PYQs ചെയ്യുക, ദെൻ ESCയിലേക്കും ഗേറ്റിലേക്കും പോവുക. ഓക്കെ, 4 or 3 നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഇവർ രണ്ടുപേരെയും ഒരു ലെവലാക്കിയതിന് ശേഷം മാത്രം ഈ ക്വസ്റ്റ്യൻസിലേക്ക് കടന്നാൽ മതി. നേരെ പോയി ESCയുടെ പ്രിലിംസ് എടുത്ത് ചെയ്യരുത്. ഒരു ബിഗിനർ എന്ന നിലയ്ക്കാണെങ്കിൽ നിങ്ങൾ ഈ ലെവലിലേക്ക് പോകരുത്. എപ്പോഴും ഈ 2 ലെവലും ഫസ്റ്റ് ഈ ലെവലായിരിക്കണം. SSC JE ആണ് കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആയിട്ടുള്ളത്. അതിനുശേഷം വേറെ സ്റ്റേറ്റിൻ്റെ PSC ക്വസ്റ്റ്യൻസ് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, നമ്മുടെ ഗേറ്റിലേക്കും ESC പ്രിലിംസിലേക്കും പോവാം. ഇനി നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന കുറച്ച്, വിശ്വസിച്ച് പഠിക്കാൻ പറ്റിയ കുറച്ച് സബ്ജക്ട്സാണ് എൻവയൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്, മോസ് ആൻഡ് സ്ട്രക്ചറൽ അനാലിസിസ്. വിചാരിക്കും മോസ് എന്തിനാണ് ഇട്ടത്, ഡിസൈൻ എന്തിനാണ് ഇട്ടതെന്നല്ലേ. ഇവരെന്ന് പറഞ്ഞാൽ കൺസെപ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചതിക്കത്തില്ല, നമുക്ക് ഉറപ്പായിട്ട് മാർക്ക് കിട്ടും. അതുപോലെ തന്നെ GT, ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിങ്ങും
നമുക്ക് പഠിക്കാൻ പറ്റും. പിന്നെ ഷോർട്ട് നോട്ട്സ്, ക്വസ്റ്റ്യൻസ് ഇതെല്ലാം എല്ലാത്തിനും വേണം. എത്ര ഷോർട്ട് ആയിട്ട് നമുക്ക് വിശ്വസിച്ച് പഠിക്കാമെന്ന് പറഞ്ഞാലും ഷോർട്ട് നോട്ട്സും ഫോർമുലാസും ക്വസ്റ്റ്യൻസും സെപ്പറേറ്റ് ഉണ്ടാക്കി റിവൈസ് ചെയ്ത് ക്വസ്റ്റ്യൻസൊക്കെ ഒരു 400 ക്വസ്റ്റ്യൻ ടോപ്പിക്കിനുണ്ടെങ്കിൽ ഈ 400 ക്വസ്റ്റ്യൻ 5 തവണ ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലത്, 6 തവണ ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലത്. ഇതെങ്ങനെ ചെയ്യും അല്ലേ? സമയം കൊണ്ട് എല്ലാ ദിവസവും ഒരു നിശ്ചിത മണിക്കൂർ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി മാത്രം മാറ്റി വെച്ചുകൊണ്ടിരിക്കാം. ഓക്കെ, പിന്നെ നമുക്ക് ഭയങ്കര എളുപ്പമായിട്ട് തോന്നും, പക്ഷേ ഒരു പരീക്ഷയ്ക്കും വിടാൻ പാടില്ലാത്ത കുറച്ച് ടോപ്പിക്സ് ആണ് സർവേയിങ്. അത് ഓവർസിയർ ഗ്രേഡ് 3 ആണെങ്കിലും നമുക്ക് വേണം, ഗ്രേഡ് 1 ആണെങ്കിലും വേണം, A ആണെങ്കിലും ബിൽഡിംഗ് മെറ്റീരിയൽസ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, ക്വാണ്ടിറ്റി സർവേയിങ് ആൻഡ് വാല്യുവേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ്. ഇതെല്ലാം ഡോണ്ട് ടേക്ക് ഇറ്റ് ലൈറ്റ്ലി. ഇവർ എളുപ്പമാണ്, പക്ഷെ നമ്മളവർ വിട്ട് കളയരുത്. ഓക്കെ, ഇനി നമുക്ക് എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളാണ്, നമ്മുടെ കയ്യിൽ നിർബന്ധമായി വേണ്ട കാര്യങ്ങളാണ് നോട്ട്സ്. അത് ഹാൻഡ് റിട്ടൺ ആവാം, PDF ആവാം. തിയറി ആണെങ്കിൽ ഗോ ഫോർ PDF നോട്ട്സ്, അല്ല കോൺസെപ്റ്റ് വരുന്ന ഫോർമുലാസ് വരുന്ന സബ്ജക്ട്സ് ആണെങ്കിൽ ഹാൻഡ് റിട്ടൺ തന്നെ വെക്കുക. ക്ലാസ് കേട്ട് നോട്ട് എഴുതി അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. ഓക്കെ, പിന്നെ PYQs അടങ്ങിയ ബുക്കുകൾ, അത് SSCGയുടെ വേണം, അതർ സ്റ്റേറ്റ് PSC വേണം, അതുപോലെ തന്നെ ഗേറ്റ് വേണം, ESC വേണം. ഇത് നിർബന്ധമായിട്ട് നിങ്ങളുടെ ബുക്ക് ഷെൽഫിൽ PYQൻ്റെ ബുക്കുകൾ ഉണ്ടായിരിക്കണം. പിന്നെ ഒരു സ്റ്റഡി ട്രാക്കർ വേണം. കാണിച്ചു തരാം എന്താണ് സ്റ്റഡി ട്രാക്കർ എന്ന്. പിന്നെ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മിസ്റ്റേക്സ് വരാം. ആ മിസ്റ്റേക്സ് എഴുതി വെക്കാനും, ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ പുതിയ കൺസെപ്റ്റുകൾ നമ്മൾ പഠിക്കാം. ആ കൺസെപ്റ്റുകൾ പഠിക്കാനും വേണ്ടിയിട്ട് നമ്മളത് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നോട്ട്ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. അത് കംപ്ലീറ്റ്ലി നിങ്ങളത് എഴുതി അത് അപ്ഡേറ്റ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് അതിലൂടെ കടന്നു പോകണം. ഈ ബുക്ക് നിങ്ങൾക്ക് അവസാന നിമിഷത്തിൽ വളരെയധികം യൂസ്ഫുൾ ആയിട്ട് വരുന്ന ബുക്കാണ്. ഓക്കെ, ഇനി അടുത്തത് എന്നും പഠിക്കണം. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് റിവൈസ് ചെയ്യണം. എല്ലാ ദിവസവും ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് കുറച്ച് ടൈം മാറ്റി വെക്കുക. ടൈം ടേബിൾ ഉണ്ടാക്കുക. നമ്മുടെ ഗൂഗിൾ പ്ലാൻ യൂസേഴ്സ് ഒക്കെ ആണെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് പ്ലാൻസ് ഉണ്ടായിരിക്കും. ആ പ്ലാൻസ് കംപ്ലീറ്റ്ലി സ്റ്റഡി പ്ലാൻ പ്രകാരം നോക്കുക. ക്വസ്റ്റ്യൻസ് എന്തായാലും ചെയ്യാം. ഓക്കെ, ഇനി സ്റ്റഡി ട്രാക്കർ ഒന്ന് കാണിച്ചു തരാം. നിങ്ങളൊരു സബ്ജക്റ്റ് എടുത്തു, മോസ് ആണ്. മോസിലെ സ്ട്രെസ് സ്ട്രെയിൻ. ഓക്കെ, നിങ്ങൾ ക്ലാസ് കണ്ട് നോട്ട്സ് എഴുതിയിട്ടുണ്ടെങ്കിൽ ടിക്കിടുക, റിവിഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ടിക്കിടുക. ടിക്കിടണ്ട, ടിക്കിട്ട് കഴിഞ്ഞാൽ കുറച്ച് മെസ്സി ആയി പോകും, വരെ ഇട്ടാൽ മതി. പിന്നെ റിവിഷൻ കണ്ടിട്ട് ക്ലാസ് നോട്ട്സ് കൂടാണ്ട് മെയിൻ പോയിന്റ്സ് മാത്രം ഇൻക്ലൂഡ് ചെയ്ത് റിവിഷൻ നോട്ട്സ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇടുക. ദെൻ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇടുക. ടെസ്റ്റ് സീരീസ് ഉണ്ടെങ്കിൽ ഇത് ചെയ്യുക. ഇത് ആദ്യത്തെ തവണ ചെയ്തല്ലോ, ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇതിലേക്ക് വരിക. ക്ലാസ് നോട്ട്സ് വായിക്കുകയാണ് ഇവിടെ വേണ്ട, പ്രിപ്പയർ ചെയ്യുകയല്ല, റീഡ് ചെയ്യുക. റിവിഷൻ ഒന്നുകൂടെ ചെയ്യുക. റിവിഷൻ നോട്ട്സിലൂടെ ഒന്നുകൂടെ കടന്നു പോവുക. വീണ്ടും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഇങ്ങനെ ഒരു ട്രാക്കർ പോലെ നിങ്ങൾക്ക് എക്സൽ വല്ലതും എടുത്ത് പ്രിൻ്റ് എടുത്ത് കൈ വെച്ച് എന്നും ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് ചെയ്യാനൊരു മോട്ടിവേഷനും കൂടിയാവും. ഓക്കെ, ഇനി നമുക്ക് പ്രിപ്പറേഷൻ, ഇപ്പോഴത്തെ മാറുന്ന എക്സാം ട്രെൻഡ് അനുസരിച്ച് ചെയ്യേണ്ട അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. സിലബസ് ഇഷ്ടക്കി ഏത് പരീക്ഷയാണെങ്കിലും കീ ടു സക്സസ് എന്ന് പറയുന്ന സിലബസ് ആണ്. കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി കോൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് പോവുക. പിന്നെ എല്ലാ സബ്ജക്റ്റിൽ നിന്നും നമുക്ക് ന്യൂമറിക്കൽസ് വരും. ഈ ന്യൂമറിക്കൽസ് ഫോക്കസ് ചെയ്ത് ന്യൂമറിക്കൽസ് ചെയ്ത് തന്നെ പഠിക്കണം. ന്യൂമറിക്കൽസ് എനിക്ക് ഫോർമുല അറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഫൈനൽ ആൻസർ കിട്ടും എന്ന് പറഞ്ഞ് ചെയ്യാതിരിക്കരുത്. വൺസ് ഫോർമുലയിൽ ഇട്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾ വീട്ടിൽ ഇരുന്ന് ചെയ്യുമ്പോൾ വരുന്ന ആ മിസ്റ്റേക്ക് അവിടെ വെച്ച് തിരുത്തുക. എക്സാം ഹാളിൽ വെച്ചൊരു പരീക്ഷണത്തിന് മുതിരരുത്. പിന്നെ അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ പഠിക്കുമ്പം പരീക്ഷ ഭയങ്കര എളുപ്പമാവുമെന്ന് വിചാരിക്കരുത്, വേസ്റ്റ് ആയിരിക്കുമെന്ന് വിചാരിക്കുക. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 35% മോഡറേറ്റും 35% ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസും ആയിരിക്കും എന്ന് വിചാരിക്കാം. അതായത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് വെറും 30%. ബാക്കി 70% നമുക്ക് മോഡറേറ്റും ഡിഫിക്കൽട്ടുമാണ്. മോഡറേറ്റ് എന്ന് പറഞ്ഞാൽ ആവറേജ് ക്വസ്റ്റ്യൻസ്, അത്ര സുഖമുള്ളതല്ല. ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞാൽ അത്രയും നല്ല ബുദ്ധിമുട്ടുള്ളതാണ്. ആ രീതിക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോവാം. ആ ലെവലിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അത് അങ്ങനെ എക്സ്പെക്ട് ചെയ്തിരിക്കണം, വിഷമിക്കണമെന്നല്ല പറയുന്നത്. നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യനും അതുപോലെ തന്നെ നമ്മുടെ മോഡറേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടുതൽ വരും. ആ രീതിയിലുള്ള നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻസിനെ നേരിടാൻ വേണ്ടി നമ്മൾ പ്രിപ്പറേഷൻ കൊണ്ടുവരാം. ഓക്കെ, അതുപോലെ തന്നെ കോഡൽ പ്രൊവിഷൻസ് വേണ്ട സബ്ജക്ട്സ് എല്ലാത്തിനും വേണം. ബിൽഡിംഗ് മെറ്റീരിയൽസ് ഉണ്ട്, എസ്റ്റിമേഷൻ എടുത്താലും എല്ലാത്തിനും കോഡ്സ് ഉണ്ട്. കോഡിലുള്ള കോഡൽ പ്രൊവിഷൻസിന് പ്രത്യേക സമയം കണ്ടെത്തി വെക്കുക. പറ്റുന്ന കോഡുകളൊക്കെ പ്രിൻ്റ് എടുത്ത് വെക്കുക കേട്ടോ. പ്രിൻ്റ് എടുത്ത് മാത്രം വെച്ചാൽ പോരാ, നമ്മൾ പഠിക്കുക വേണം അല്ലേ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ എക്സാംസ്, ഏതൊക്കെ എക്സാംസ് ആണ് എക്സാംസിന് ഒരുമിച്ച് പഠിക്കാം എന്നുള്ളതാണ് പറഞ്ഞത്. ഇനി ഈ വരുന്ന എക്സാംസിനെല്ലാം തന്നെ ഒരുമിച്ച് നേരിടാൻ വേണ്ടി ഒരു ഫൗണ്ടേഷൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വരുന്ന 15ഓളം എക്സാംസിനെ നമുക്ക് ഒരുമിച്ച് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ 2 വർഷം കൊണ്ട് സജ്ജരാക്കുന്ന ഒരു കോഴ്സാണ്. മാത്രമല്ല അതിന് മുന്നേ ഏതെങ്കിലും എക്സാംസ് വരുവാണെങ്കിൽ ആ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങളെ
ഒന്ന് മൗൾഡ് ചെയ്തെടുക്കാനും ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് സഹായിക്കുന്നതാണ്. ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെയുള്ള ഫോം ഫില്ല് ചെയ്യുക. താങ്ക് യു ഓൾ.